കേരള പോലീസ് വാചകത്തിലല്ല പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇത് വല്ല എടങ്ങേറായല്ല. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എടാ ജാട വേണം. ജാട ഉണ്ടെങ്കിൽ ഇക്കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റൂ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഈ പോലീസുകാർ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥയാ. കാരണം ആ ഒരു ഈ ഡയറക്ഷൻ വന്നതിന് ശേഷം കേരളത്തിലുള്ള എല്ലാ വണ്ടികളുടെയും കളർ ലോക്കൽ ആണെങ്കിലും ഓർഡിനറി ആണെങ്കിലും ഇവരുടെ ഷോപ്പിനനുസരിച്ച് അവർ മാറ്റിയിട്ടുണ്ട്. സാറേ ഇത്രയും ആക്രാന്തം പാടില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെ തിന്നണം എന്നുള്ള ചിന്ത ശരിയല്ല. എന്തിനും ഒരു ന്യായം വേണമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, കളർ കോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അപേക്ഷ ഇന്ന് തന്നെ കൊടുക്കാം. ഇന്ന് നിങ്ങൾക്ക് നഷ്ടമല്ലേ? സാറേ നഷ്ടമല്ല, ഇതൊരു പാഷനാണ്, നഷ്ടമല്ല. അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. എന്ന് പറഞ്ഞാൽ സാറ് പാലോട് പമ്പിച്ചെന്ന് നോക്ക്, എത്ര വണ്ടി. ഇതൊരു പാഷനാണ് സാറേ. സാറേ വണ്ടി എന്റെ ചോറാണ്, അത് ഞാൻ തരൂല സാറേ. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും. അല്ല, ഇത് കോടതി ഉത്തരവല്ലേ, ഇടയ്ക്ക് വെച്ച് CF കട്ട് ചെയ്തല്ലേ. എന്ത് പറ്റി? ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? CF കട്ട് ചെയ്തതാണ്. 10-21 വയസ്സ് മുതൽ ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ ലേശം ബുദ്ധിമുട്ടാ സാറേ. ഇതൊരു തരം മാടൻ പിത്തരാ. ഇത് ഒഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി. നമ്മുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് കനത്ത സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്തിരിക്കുകയാണ്. സ്പീഡ് ഗവർണർ വർക്കിംഗ് ആണ്, പുതിയതാണ്. അതിനോട് പ്രസക്തിയില്ല. ഓട്ടിച്ചു നോക്കിയാൽ മതി, 58 കട്ടാവും. ട്രാഫിക്കിലെ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളല്ലോ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയണ ആ സാധുക്കളുടെ ഇടയെന്ന് മുതലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായിസം ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീ. അത്രയ്ക്ക് നല്ല വകുപ്പാ. വെഹിക്കിൾസ് അല്ല, വഹിക്കിൾസാ. സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും ഇവറ്റെടുത്ത് രക്ഷയില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കണ പാവപ്പെട്ട വണ്ടിക്കാരുടെ മേത്ത് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങള് വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. കോട്ടയം സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.